നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശം ശനീശ്വരായ നമഃ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഈ കലിയുഗത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളാലും മുഖരിതമാണല്ലോ മാനവ ജീവിതം. ഒരു പ്രത്യാശയുടെ കിരണമാണ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും സഞ്ചാരങ്ങളും അവയുണ്ടാക്കുന്ന ഗുണങ്ങളുമൊക്കെ നാം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരനുഭവം. ഇവിടെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ഇങ്ങനെ പലതരം ശനിയുടെ അവസ്ഥകളെ മനുഷ്യൻ ബുദ്ധിമുട്ടി ഓരോ ദിവസവും തള്ളി നീക്കുന്ന സമയത്താണ് ഒരു പ്രത്യാശയുടെ പൊൻകിരണമായി ശനിയുടെ ഒരു വക്രഗതി എന്ന ഒരു മഹാത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ വക്രം? എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായി സഞ്ചരിക്കുന്നു, മുന്നോട്ട് സഞ്ചരിക്കുന്നു. ചില ഘട്ടത്തിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസായി പിന്നോട്ട് സഞ്ചരിക്കുന്നു. ഈ പിന്നോട്ടുള്ള സഞ്ചാരത്തെയാണ് വക്രം എന്ന് നാം പറയുന്നത്. ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും 5, 6, 7, 8, 9 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് അതിനെ വക്രി എന്ന് പറയുന്നത്. വക്രം ഒരു ഗ്രഹത്തിൻ്റെ പൂർണ്ണമായ യൗവന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. വക്രം ഗതോ സ്വച്ഛഫലം വിദധ്യാത് എന്നാണ് ആചാര്യൻ പ്രമാണം ചൊല്ലിയിരിക്കുന്നത്. ഒരു ഗ്രഹം വക്രമായി നിൽക്കുമ്പോൾ ഉച്ചഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഇവിടെ ശനിയുടെ വക്രകാലം, വക്രഗതി 4.5 മാസക്കാലം നീണ്ടു നിൽക്കുന്നു എന്നൊരു വിശേഷത ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ശനിയുടെ വക്രഗതിക്ക് ഇത്രയധികം പ്രാധാന്യം ആചാര്യന്മാർ പറയുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. കാരണം ശനിയുടെ പേര് തന്നെ ശനൈശ്ചരഃ എന്നാണ്. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് 2.5 വർഷം ശനി സഞ്ചരിക്കാൻ എടുക്കുന്നു. ഈ സമയത്താണ് ശനി വക്രിയായി അതിവേഗത്തിൽ പിറകോട്ട് സഞ്ചരിക്കുന്നത്. ഈ പിറകോട്ടുള്ള സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് ഡോക്ടർ മാരാർജി ഇവിടെ ചർച്ച ചെയ്യുന്നത്. മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ ശനിയുടെ ഈ വക്രഗതിയിലുള്ള ഗുണാഗുണങ്ങൾ നാം സംസാരിച്ച് കഴിഞ്ഞു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി കർക്കടകം, ചിങ്ങം, കന്നി രാശിക്കാർക്ക് ഇതെപ്രകാരമാണ് ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി കർക്കടകം രാശി. പുണർദ നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രമാകുന്നു കർക്കടകം രാശി. ഇന്ന് കർക്കടകം രാശിക്കാർക്ക് ശനി ചാരവശാൽ ഏറ്റവും ദുർബലമായ 8ാം ഭാവത്തിൽ, അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. എന്താണ് അഷ്ടമഭാവം? സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യദാസാഹ മഠാധികം വേശ്മ ഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. സർവപ്രണാശ, എല്ലാ നാശങ്ങളും അഷ്ടമഭാവം കൊണ്ട് നാം ചിന്തിക്കുന്നു. വിപത്തുക്കൾ, അപവാദങ്ങൾ, മരണം, മരണത്തിൻ്റെ ഹേതു, പ്രദേശം, ഇതൊക്കെ ചിന്തിക്കുന്നു. അഷ്ടമത്തിൽ പാപഗ്രഹം നിന്നാൽ അപവാദോ മഠാപത്തിരവി പാവേ അഷ്ടമസ്ഥിതേ, അപവാദവും മഠത്തിന് ആപത്തുമുണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വിഷമ സന്ധിയിലാണ് വേനലിൽ പെയ്യുന്ന ഒരു കുളിർമയുള്ള മഴ പോലെ നമുക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അതിനാൽ കർക്കിടകൻ രാശിക്കാർക്ക് ഈ ശനിയുടെ വക്രഗതി വളരെയധികം ഗുണം പ്രദാനം ചെയ്യുന്നതാണ്. ഋണവിമോചനം, കടത്തിൽ നിന്നും മോചനം വരുത്തുവാൻ ഈ ശനി സഹായിക്കുന്നു. ഉച്ഛൃതി ആത്മനഃ, തൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു രക്ഷാകവചം ശനി നിങ്ങളെ സഹായിക്കുന്നു. കലഹകൃത്യ നിവൃത്തി മുബൈദി സഹ, കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു, ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. അഷ്ടമത്തിലെ ശനി ഒരു വ്യക്തിയെ ചതിക്കുന്നു, ജയിലിലാക്കുന്നു. അതുകൊണ്ട് ചതിയിൽ നിന്നും ബന്ധനത്തിൽ നിന്നും അയാൾ പുറത്ത് രക്ഷപ്പെട്ടു വരുന്നു.
മഹിഷ പശ്വജ ഭൃത്യജനാഗമം. തനിക്ക് നാൽക്കാലികളുടെ ലാഭത്തെ ഉണ്ടാക്കുന്നു. പുതിയ നല്ല ഭൃത്യജനങ്ങൾ ലഭിക്കുന്നു. ഈ അഷ്ടമത്തിലെ ശനിയുടെ വക്രഗതിയിലുള്ള 4.5 മാസക്കാലം. ഏതായാലും വളരെ അനുകൂലമായ 4.5 മാസക്കാലം ഇതാ കർക്കിടകം രാശിക്കാർക്ക് സംജാതമാവുകയാണ്. മറ്റെല്ലാ ഗ്രഹങ്ങളും കർക്കിടകം രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കർമ്മസ്ഥാനത്തിന് ശക്തമായ ചൊവ്വയുണ്ട്. വ്യാഴം 11-ലാണ്. ശനിയുടെ ഈ മാറ്റം ഒരു വലിയ ആഘാതത്തിൽ നിന്നും വീഴ്ചയിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെ സൃഷ്ടിക്കപ്പെടുന്നു ഈ ശനിയുടെ വക്രഗതി. അടുത്തതായി ചിങ്ങം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം എപ്രകാരം ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ചിങ്ങം രാശി എന്നാൽ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്രക്കൂട്ടങ്ങളാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് സ്വതവേ കണ്ടകശനിയാണ്. അതുകൊണ്ട് യാത്ര, വിവാഹ വിഷയം, നഷ്ടപ്പെട്ട ധനം, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആയതിനാൽ ജൂൺ 30 മുതൽ അടുത്ത നവംബർ 15 വരെയുള്ള 139 ദിവസം 4.5 മാസക്കാലം ഈ കണ്ടകശനി തൽക്കാലം മാറി നിൽക്കുന്നു. കണ്ടകശനി ഉണ്ടെങ്കിലും ശനിയുടെ ഈ അതിവേഗത്തിലുള്ള വക്രിയായ അവസ്ഥ കണ്ടകശനിയുടെ ആ സ്വാധീനത്തെ വളരെയധികം പരിമിതപ്പെടുത്തുന്നു. അതുകൊണ്ട് വിവാഹ വിഷയങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഈ വരുന്ന 4.5 മാസം സംഭവിക്കാൻ പോകുന്നത്. അതേ രീതിയിൽ യാത്ര മുടങ്ങിയ വ്യക്തികൾക്ക് ഒരു പുത്തൻ യാത്രയ്ക്കുള്ള അനുകൂലമായ തീരുമാനമിതാ വരാൻ പോകുന്നു. തൻ്റെ ബ്ലോക്കായ കാശുകളൊക്കെ തന്നെ തിരിച്ചു കിട്ടുന്നു ഈ ഒരു അവസരത്തിൽ. അതേ രീതിയിൽ ഡൈവേഴ്സിന് കൊടുത്ത ഭാര്യാഭർത്താക്കന്മാർ ദാമ്പത്യത്തിലുള്ള പരസ്പര ധാരണ പിശകുകളൊക്കെ തിരുത്തി യുവതി യുവാക്കൾക്ക് പരസ്പരം കോടതിയുടെ സഹായമില്ലാതെ തന്നെ സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുവാനുള്ള ഒരു അസുലഭമായ സമയമാണ് ഈ വക്രഗതിയിലൂടെ കൈവരുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കന്നിരാശിക്കാർക്ക് ശനിയുടെ ഈ വക്രഗതി എപ്രകാരം ബാധിക്കുന്നു എന്ന വിഷയം. കന്നിരാശി എന്നാൽ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. കന്നിരാശിക്കാർക്ക് പ്രായണ ഇന്ന് ശനി 5-6 ഭാവങ്ങളുടെ അധിപനാകുന്നു. സ്വന്തം ക്ഷേത്രത്തിൽ 45 ഡിഗ്രി ബലവാനായി ശനി നിൽക്കുന്നു. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതേ. ബലവാനും ശത്രുക്കളിൽ ജയിക്കും 6 നിൽക്കുന്ന ശനി. ആ 6-ാം ഭാവത്തിന് ഒന്നുകൂടെ ഉത്തേജനം നൽകപ്പെടുന്നു ഈ ശനിയുടെ വക്രഗതിയിലേക്കുള്ള സഞ്ചാരം. രിപുർനിഹന്തി സാഹസൈരരീശ്വരസ്യ വത്സരേ അരോഗതാം ഉദാരതാം അദൃശ്യതാം അതിശ്രിയം എന്നാണ് ഫലദീപികയിൽ പറഞ്ഞിട്ടുള്ളത്. സാഹസ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ശത്രുവിനെ തനിക്ക് നശിപ്പിക്കുവാൻ കഴിയുന്നു. ഉദാരത, ഔദാര്യം തുടങ്ങിയ ഗുണങ്ങൾ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നു. അതിശ്രിയം, നല്ല സമ്പത്ത് ലഭിക്കുവാൻ ഈ ശനി കന്നിരാശിക്കാരെ സഹായിക്കുന്നു. ഇത് 5-ാം ഭാവപതി കൂടിയാണ്. അതിനാൽ സന്താന ശ്രേയസ്സുകളും ഈ ശനി പ്രദാനം ചെയ്യുന്നു. സ്വതവേ കുംഭത്തിലെ ശനി നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. അന്യസ്ത്രീധന സംഭൃത പുരബലഗ്രാം അഗ്രനേത സ്വക്ഷേ മലിനസ്ഥിര അർത്ഥവിഭവ ഭോക്താജ ജാതപ്പുമാൻ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് അന്യസ്ത്രീകളുടെ ധനം ലഭിക്കുമെന്നൊരു നല്ല ഫലം പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്ത അമ്മയുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുജനങ്ങളുടെ സ്ത്രീകളാകുന്ന വൃദ്ധകളാകുന്ന ബന്ധുജനങ്ങളിലൂടെ തനിക്ക് ധനപരമായ അഭിവൃദ്ധിയെ സ്വായത്തമാക്കാൻ ഈ ശനിയുടെ ചാരവശാലുള്ള 4.5 മാസത്തെ സഞ്ചാരകാലം സഹായിക്കുന്നതാണ്. അരോഗതാം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ശാരീരികമായി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, രോഗികൾക്ക് ഈ ചാരവശാലുള്ള ശനിയുടെ വക്രിയായ
സഞ്ചാരം രോഗാദി ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള ഒരു വലിയ ഉപായം കൂടെ നൽകുന്നതാണ്. അതുകൊണ്ട് നല്ല ഭിഷഗ്വരന്മാരെ ഡോക്ടർമാരെ സന്ദർശിച്ച് വളരെ പെട്ടെന്ന് തന്നെ നല്ല മരുന്നുകളൊക്കെ കഴിച്ച് ശാരീരികമായ സ്വസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു മുന്നോട്ട് നീങ്ങുവാനുള്ള സമയമാണ് സമാഗതമാകുന്നത്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. ശനി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ വാതവുമായി ബന്ധപ്പെട്ടതാകുന്നു. മഴക്കാലത്താണ് വാതരോഗത്തിന് ചികിത്സിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയം. ശനി സഹസ്രാര ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് ആയുർവേദ ചികിത്സാലയങ്ങളിൽ ഒഴിയാൻ പോകുമ്പോൾ നിർബന്ധമായും ശിരോവസ്തി എന്ന ചികിത്സ കൂടി നിങ്ങൾ ചെയ്യണം. സഹസ്രാര ചക്രത്തെ ശിരസിനെ ഊർജ്ജസ്വലമാക്കുവാനും നാഡീഞരമ്പുകൾക്ക് ബലം വർദ്ധിപ്പിക്കുവാനും ഉള്ള ഏറ്റവും നല്ല ചികിത്സയാകുന്നു ശിരോവസ്തി. അത് 3 വർഷം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ ശരീരത്തിലുള്ള നാഡീഞരമ്പുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തെ ശരീരം നയിക്കുവാൻ പര്യാപ്തമാവുകയും ചെയ്യുന്നതാണ്. കർക്കിടകം, ചിങ്ങം, കന്നിരാശിക്കാർക്ക് ഏറ്റവും നല്ല ശനീശ്വരൻ്റെ പ്രാർത്ഥനയാകുന്നു ഓം ശം ശനീശ്വരായ നമഃ. എനിക്ക് ശനീശ്വരൻ സ്വസ്ഥത തരട്ടെ, സുഖം തരട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. നിങ്ങൾ എല്ലാ ദിവസവും ഈ മന്ത്രം 108 തവണ ജപിക്കണമെന്നില്ല. 9, 18, 27 തവണകളായി ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് ഈ വിരലുകൾ കൊണ്ട് ജപിക്കുക. നിങ്ങൾക്ക് നീലശംഖുപുഷ്പം ശനിയുടെ പുഷ്പമാകുന്നു. അതുകൊണ്ട് ഓം ശം ശനീശ്വരായ നമഃ എന്ന് അർച്ചന ചെയ്യാവുന്നതാണ്. അർച്ചന ചെയ്യുമ്പോൾ ഈ ഇൻഡെക്സ് ഫിംഗർ നിങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഈ രീതിയിൽ അർച്ചന ചെയ്യുക. അതിന് പുറമെ എള്ള് ചേർത്ത ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കുന്നത് വളരെ ഗുണകരമാണ്. നീരാഞ്ജനം അഥവാ എള്ളിതിരി ശനീശ്വരനോ അയ്യപ്പസ്വാമിക്കോ വഴിപാടായി സമർപ്പിക്കുക. എല്ലാ ശനി സംബന്ധമായ ക്ലേശങ്ങളിൽ നിന്നും ഏറ്റവും വലിയ പരിഹാരങ്ങളാകുന്നു ഞാൻ മേൽ സൂചിപ്പിച്ചതെല്ലാം തന്നെ. പ്രിയമുള്ള പ്രേക്ഷകരെ, ഏറ്റവും നല്ല ഈ ശനിയുടെ വക്രചാരം അനുകൂലമായി എല്ലാ ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും സംഭാവ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.